അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ മോളെ സ്കൂളിലേക്ക് വിടുന്നത് വരെയല്ലേ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോ ആണ്. ഇന്ന് നമുക്ക് ടൗണിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ പണികളൊക്കെ പെട്ടെന്ന് തന്നെ ഞാൻ തീർത്ത് റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. ഈ പണികൾ തീർക്കുന്നതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാനും കൂടി നിന്ന് കഴിഞ്ഞാൽ സമയം ഒരുപാട് വേസ്റ്റായി പോകും. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും എടുക്കാതിരുന്നത്. ഇന്നിപ്പോൾ ബസ്സിലാണ് നമ്മൾ പോകാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തി. താത്താൻ്റെ സ്റ്റോപ്പിൽ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും കയറി. ഞങ്ങൾക്ക് ഇരിക്കാനൊക്കെ സീറ്റ് കിട്ടി. മോന് ബസ്സിൽ കയറിയത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ആലത്തൂർ ബസ് സ്റ്റാൻഡിലാണ് പോയി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. താത്താക്ക് കോട്ടയൊക്കെ നേരാക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് നേരാക്കി. പിന്നെ ഞങ്ങൾ നേരെ അക്ഷയിലേക്കാണ് പോയത്. അക്ഷയിൽ പോയ കാര്യം എന്തായാലും നടന്നില്ല. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങി പോസ്റ്റ് ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു. മോൻ്റെ ആധാർ എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട്. അവിടെ പോയ കാര്യം നടന്നില്ല. പോയ ഭാഗങ്ങളിലൊക്കെ അത്യാവശ്യം കുറച്ച് തിരക്കുണ്ടായിരുന്നു. ആ തിരക്കിനിടയിൽ പെട്ട് നിന്നു എന്നല്ലാതെ വേറെ ഒരു കാര്യം നടന്നില്ല. ഒറിജിനൽ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കാത്തതുകൊണ്ട് മോൻ്റെ ആധാർ എടുക്കൽ നടന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി ബാങ്കിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ കാര്യം നടന്നില്ല. ഇന്നിപ്പോൾ ആകെ മൊത്തത്തിൽ വട്ടതിരിച്ചലായിരുന്നു. പിന്നെ താത്താൻ്റെ മോനെ വിളിക്കാനായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അവന് ഉച്ചവരെയാണ് എക്സാം ഉള്ളത്. അപ്പോൾ അവനെ വിളിക്കേണ്ട കാര്യം മാത്രം നടന്നു. താത്ത മെയിനായിട്ട് വന്നത് മോനെ വിളിക്കാനായിരുന്നു. എക്സാം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അവനിപ്പോൾ വിളിക്കാനായിട്ട് വരേണ്ടി വന്നത്. അവൻ എയ്സം സ്കൂളിലാണ് പഠിക്കുന്നത്. ആലത്തൂർ തന്നെയാണ്. അങ്ങനെ അവനെയും കൂട്ടി വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഈ ഒരു സ്കൂള് ഞാൻ പഠിച്ച സ്കൂളാണ്. ആലത്തൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂള്. ഈ ഒരു സ്കൂളിലാണ് ഇപ്പോൾ എൻ്റെ താത്താൻ്റെ മോള് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഞങ്ങളൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എവിടെയും കാണാനായിട്ട് പറ്റില്ല. പിന്നെ ഞങ്ങൾ നേരെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ച് ഓരോരോ ഷോപ്പിലായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ആലത്തൂർ പുതിയ കടകളൊക്കെ വന്നിട്ടുണ്ട്. വില കുറവിൻ്റെ കടകളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു നമ്മൾ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആലത്തൂർ വന്ന പുതിയൊരു ഷോപ്പാണ്. ബഡാ ബസാർന്നോ അങ്ങനെ എന്തോ ആണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര്. നല്ല രീതിക്ക് വില കുറവിലാണ് ഇവിടെ ഐറ്റംസ് ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ചൊക്കെ നോക്കി ആവശ്യമുള്ളതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നപ്പോൾ മോനും ഓരോന്നൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി 30 രൂപൻ്റെ ഒരു ഷോപ്പ് ഉണ്ട് ഇവിടെ. അവിടെ 30 രൂപ മുതലാണ് ഐറ്റംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെയും പോയി കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് പിന്നെ ഫാൻസിലും കയറിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയി. ആ ഒരു സമയത്ത് ബസ് ഉള്ളതുകൊണ്ട് പിന്നെ ബസ്സിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബസ്സിൽ കയറി ഞങ്ങളുടെ സ്റ്റോപ്പ് എത്തിയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. താത്താൻ്റെ സ്റ്റോപ്പിൽ താത്ത ഇറങ്ങിക്കോളും. അങ്ങനെ വരുന്ന വഴിയിൽ മോൻ ഇറങ്ങി നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വീടെത്തി ചോറുണ്ണാനായിട്ട് നോക്കിയപ്പോൾ കറി തികയില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഒരു 2 മുട്ട എടുത്ത് സ്ക്രാമ്പിൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ സ്ക്രാമ്പിൾഡ് എഗ്ഗിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. നമ്മുടെ മുട്ട ചിക്കി പൊരിച്ചതുണ്ടല്ലോ, അത് തന്നെയാണ്. ഈ ഒരു കറി ഉണ്ടെന്നുണ്ടെങ്കിൽ ചോറിന് വേറെ ഒരു കറിൻ്റെയും ഞങ്ങൾക്ക് ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും വിട്ടുപോകരുത്. അപ്പോൾ ഓക്കെ, ബൈ.